ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കടന്നിട്ടുള്ള ആസനാസാണ്. അതായത് നമ്മളുടെ ബാക്കിലുള്ള എല്ലാ പാർട്സിനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആസനാസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളെ ബാക്ക് റെസ്റ്റ് ചെയ്യുന്ന തരത്തിൽ കിടക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ നമ്മളെ ഫുൾ ബോഡി പാർട്സിനെ മാറ്റിൽ റെസ്റ്റ് ചെയ്ത് കടന്നതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആനന്ദാസനയാണ്. അപ്പൊ ആനന്ദാസന ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് തിരിയണം. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ലെഗിനെ ബെൻഡ് ചെയ്ത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഇതേപോലെ തിരിഞ്ഞ് നമ്മളുടെ തല നമ്മളുടെ റൈറ്റ് ഹാൻഡായിട്ട് ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മളുടെ കാലിനെ ബെൻഡ് ചെയ്ത് നമ്മളുടെ തള്ളവിരലിനെ നമ്മളെ ഫസ്റ്റ് രണ്ട് വിരലുകൾ വെച്ച് പിടിക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ കാലിനെ ഇതേപോലെ റൈസ് ചെയ്ത് കൊടുക്കും. ഇതിനെയാണ് ആനന്ദാസന എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കുറച്ചു നേരം പോസ്ചർ ഹോൾഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ സാവധാനം ഇതേപോലെ കാല് ബെൻഡ് ചെയ്ത് എത്രത്തോളം നമ്മളുടെ ഫ്രണ്ടിലോട്ട് കാലിനെ ചേർത്ത് വെക്കാൻ പറ്റുന്നോ അത്രത്തോളം വെച്ചതിന് ശേഷം നമ്മൾ നമ്മളുടെ നീനെ ഒന്ന് ബാക്കിലോട്ട് പുഷ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോസ്ചർ കുറച്ചു നേരം ഹോൾഡ് ചെയ്യും. അപ്പൊ ഇതാണ് ആനന്ദാസനയിൽ വരുന്നത്. ഇത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലോട്ടും നമ്മൾ സെയിം റിപ്പീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഉത്തന്ന പാദാസനയാണ്. അപ്പൊ ഉത്തന്ന പാദാസന ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ രണ്ട് കാലും ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെച്ച് നമ്മുടെ കൈകൾ രണ്ടും നമ്മുടെ ഈ ഹിപ്പിന്റെ ഒരു അടുത്ത് കൊണ്ടുവന്ന് ഇതേപോലെ മാറ്റിലോട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ രണ്ട് കൈയിലും പ്രഷർ കൊടുത്ത് നമ്മൾ താഴോട്ട് പ്രസ് ചെയ്ത് നമ്മളെ രണ്ട് കാലിനെ ഇതേപോലെ പൊക്കി നമ്മളുടെ 90 ഡിഗ്രിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യും. ഇതിനെയാണ് ഉത്തന്ന പാദാസന എന്ന് പറയുന്നത്. ഇങ്ങനെ പോസ്ചർ കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കുറച്ചു നേരം പോസ്ചർ ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനം നമ്മളെ കാലുകളെ റിലീസ് ചെയ്യുക. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആനന്ദ ബാലാസനയാണ്. അപ്പൊ ആനന്ദ ബാലാസന ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് കാലുകളെയും മടക്കി നമ്മളെ നീസിനെയൊക്കെ ഒന്ന് പുറത്തോട്ട് വൈഡൻ ചെയ്ത് നമ്മുടെ കാൽപാദങ്ങളെ നമ്മുടെ കൈകൾ കൊണ്ട് ഉള്ളിൽ കൂടെ, പുറത്തു കൂടെ അല്ല ഉള്ളിൽ കൂടെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് നമ്മളെ നീനെ മാറ്റിലോട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ പോസ്ചർ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് ആനന്ദ ബാലാസന എന്ന് പറയുന്നത്. ഈ പോസ്ചർ നമ്മളുടെ ബാക്കിന് വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു പോസ്ചറാണ്. ഇങ്ങനെ പോസ്ചർ ഹോൾഡ് ചെയ്ത് രണ്ട് സൈഡിലോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വളരെയധികം നമ്മുടെ ബാക്ക് റിലാക്സ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ വരും. ഇനി ഇവിടെ നമ്മൾ പോസ്ചർ ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനം റിലീസ് ചെയ്യുക. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് അർദ്ധപവൻമുക്താസനയാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ റൈറ്റ് ലെഗിനെ ബെൻഡ് ചെയ്ത് അതിനെ ഒന്ന് ഹഗ് ചെയ്ത് നമ്മുടെ ചെസ്റ്റിന്റെ അടുത്തോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നമ്മളെ തലേനെ ഇവിടുന്ന് റൈസ് ചെയ്ത് നമ്മുടെ ഫോർ ഹെഡ് നമ്മുടെ മുട്ടിലോട്ട് മുട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ കുറച്ചു നേരം പോസ്ചർ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് സ്ലോലി നമ്മുടെ പോസ്ചറിനെ റിലീസ് ചെയ്യുക. അപ്പോൾ അതാണ് അർദ്ധപവൻമുക്താസന. സെയിം വേ നമ്മളെ ലെഫ്റ്റ് ലെഗിന്റെ സൈഡിലോട്ടും ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിലീസ് ചെയ്യുക. ഇനി നമുക്ക് പവൻമുക്താസനയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ രണ്ട് കാലും ഇതേപോലെ ബെൻഡ് ചെയ്ത് നമ്മളെ കൈകൾ വെച്ചിട്ട് നന്നായി ഒന്ന് ഹഗ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മുടെ ചെസ്റ്റിന്റെ അടുത്തോട്ട് നമ്മളെ കാലുകളെ കൊണ്ടുവരും. എന്നിട്ട് സ്ലോലി തല റൈസ് ചെയ്ത് നമ്മൾ മുട്ടിലോട്ട് മുട്ടിച്ചു കൊടുക്കും. ഇതിനെയാണ് പവൻമുക്താസന എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്ചറാണ് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെല്ലാം. എന്നിട്ട് സ്ലോലി പോസ്ചറിനെ റിലീസ് ചെയ്യും. ആദ്യം നെക്ക് റിലീസ് ചെയ്യും, പിന്നെ നമ്മുടെ ലെഗും റിലീസ് ചെയ്യും. ഇനി ഒരാസനോടെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതാണ് സേതുബന്ധാസന. സേതുബന്ധാസന ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോസ്ചറിൽ നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനക്കാൻ പാടില്ല. അപ്പൊ ആദ്യം നമ്മൾ തല നന്നായിട്ട് ഫിക്സ് ആക്കി നമ്മൾ സീലിങ്ങിലോട്ട് നോക്കി കിടക്കുക. അതിനുശേഷം നമ്മുടെ കാലുകളെ ബെൻഡ് ചെയ്ത് നമ്മുടെ ആംഗിൾസ് രണ്ടും ക്യാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബട്ടക്സിനെ റൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്ലോലി നമ്മുടെ ഷോൾഡറിലോട്ട് പ്രഷർ കൊടുത്ത് നമ്മളെ ബോഡീനെ റൈസ് ചെയ്യും. എന്നിട്ട് ഷോൾഡറും അതുപോലെ നമ്മുടെ ഈ കാലുകളും ആണ് താഴോട്ട് പ്രസ് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് പോയിന്റിൽ പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ബോഡീനെ
റൈസ് ചെയ്യുന്നത്. വൺസ് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ കൈ റിലീസ് ചെയ്ത് നന്നായിട്ട് കൈകളെ ഇന്റർലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഇതേപോലെ പോസ്റ്റർ ഹോൾഡ് ചെയ്യുക. ഇവിടെ നമ്മൾ നമ്മുടെ ഷോൾഡറിലും അതുപോലെ കാലുകളിലുമാണ് പ്രഷർ കൊടുക്കുന്നത്. ഇങ്ങനെ പോസ്റ്റർ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് സേതുബന്ധാസന എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ചു നേരം ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനം നമ്മൾ സാവധാനം റിലീസ് ചെയ്യുക. എന്നിട്ട് കാലുകളും റിലീസ് ചെയ്ത് കുറച്ചു നേരം നമ്മൾ ശവാസനയിൽ റെസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ചെയ്ത എല്ലാ ആസനാസും നമ്മളുടെ ഈ ഒരു ബാക്ക് മസിൽസിനും അതുപോലെ ഈ ഒരു ബാക്ക് പോർഷനെല്ലാം വളരെയധികം സ്ട്രെച്ചിങ്ങും അതുപോലെ വളരെയധികം റിലാക്സിങ്ങും വളരെയധികം ഒരു തരം മസാജിങ്ങും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ആസനാസ്. അപ്പൊ എല്ലാവരും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ആസനാസും കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നോ അത്രയും മാക്സിമം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് ഉള്ളത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.